എല്ലാവർക്കും അനുജ ബിജോയ് വ്ളോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പാൽക്കൊഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അത് ക്ലീൻ ചെയ്യുന്നതും കാണിച്ചു തരും, അതേപോലെ തന്നെ അത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് വേണ്ടത് കൊഞ്ചാണ്. വലിയ സൈസുള്ളതായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ വാലിൻ്റെ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി വരും. അത് അതേപോലെ തന്നെ പൊളിച്ചെടുക്കുക. അതേപോലെ നടുഭാഗവും പൊളിച്ചെടുക്കുക. അതേപോലെ തലയുടെ ഭാഗത്തും ഉണ്ടാവും, അതും അതേപോലെ തന്നെ നമ്മൾ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കത്തീൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതിലുള്ള അഴുക്കുകളൊക്കെ ആദ്യം ഒന്ന് നീക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഉള്ളിലൊരു നൂല് പോലുള്ളൊരു ഭാഗമുണ്ട്, അതിൻ്റെ അഴുക്കാണത്, അത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഇതിൽ കുറവാണ്. അപ്പോൾ ഓരോരോ കൊഞ്ചിലും ചിലപ്പം വ്യത്യാസമുണ്ട്. അത് അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത്യാവശ്യം വലിയ കൊഞ്ചൊക്കെയാണെങ്കിൽ നമുക്ക് തലയും യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ തലയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതേപോലെയാണ് അതിൻ്റെ നൂലുണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് വലിച്ചെടുക്കണം. എന്നിട്ട് ആ അഴുക്ക് മുഴുവൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അഴുക്കൊക്കെ പോക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കണം അത്. എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. അതേപോലെ മുളക് പൊടിയും ഇടണം. ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ഒന്നും കൂടെ പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം നിങ്ങൾ എത്രയാണോ കൊഞ്ചെടുക്കുന്നത് അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെക്കുകയാണ് ഇതിന് കൊഞ്ചൻ്റെ മേലെയായിട്ട്. ആ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അധികം പ്രസ് ചെയ്യാതെ, ഫ്ലഷ് നമുക്ക് അതേപോലെ തന്നെ ചീഞ്ഞ് പോവാതെ കിട്ടണം. അതുകൊണ്ട് സോഫ്റ്റായിട്ടാണ് പുരട്ടി വെക്കുന്നത്. ഇനി കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കാം. ഒരു 1/4 മണിക്കൂറോളം മാറ്റി വെച്ചാൽ മതിയാവും. നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില, ഈ തേങ്ങാപ്പാൽ നമ്മൾ എത്രയാണോ കൊഞ്ചെടുക്കുന്നത് അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് സമയം മാറ്റി വെക്കുക. ഈ വറക്കാൻ നേരമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മസാല പുരട്ടി വെച്ച കൊഞ്ചിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഞാൻ 2 അല്ലിയേ ചേർത്തിട്ടുള്ളൂ. ആ കൊഞ്ചിനനുസരിച്ചാണ് ചേർത്തത്. അതെന്താ അങ്ങനെ തോലോടെ ഇടുന്നത് എന്ന് വെച്ചാൽ അത് നമ്മൾ വറക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു തോലോട് കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ക്രഷ് ചെയ്ത മുളകാണ് ചേർത്തിട്ടുള്ളത്, വറ്റൽ മുളക്. അത് നമ്മൾ ഓൾറെഡി ഇല്ലെങ്കിൽ അപ്പം തന്നെ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് വെച്ചത്. ഇരുമ്പിൻ്റെ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കൊഞ്ചിടാനാണ് പോണത്.
വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് വറക്കാനുള്ള പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണമെന്നില്ല. ഇപ്പം നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമല്ലോ, ശരിക്കും തേങ്ങാപ്പാൽ വെന്തും കൂടെ വരുമ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടെ വരുമ്പോൾ അതൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള കാണിച്ചു തരാം. ഒരു ഭാഗം കൊഞ്ച് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മറച്ചിടുകയല്ല, അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ കറിവേപ്പില തേങ്ങാപ്പാലിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാത്രമേ അത് മറച്ചിടേണ്ട ആവശ്യം വരുന്നുള്ളൂ. കൊഞ്ച് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എന്താ ചേർക്കുന്നത് വെച്ചാൽ ഒരു വെന്ത വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെയാണ് വരിക അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതേപോലെ തന്നെ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വേണാട് പാൽക്കൊഞ്ച് ഫ്രൈ എന്ന് പറയുന്നത്. എല്ലാവരും ഇനി കൊഞ്ച് കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും വേണം. ഇനി കൊഞ്ച് കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോ ഓർമ്മിച്ച് ഇതേപോലെ ഉണ്ടാക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.